ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഒരു സാധാരണക്കാരനാണ്. ഞാനൊരു SC ആണ്. നമ്മുടെ ഏരിയയിൽ ഇപ്പോൾ തന്നെ ഇവിടെ എല്ലാം കറണ്ടുണ്ട്. ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അടിച്ചതെന്ന് പറഞ്ഞ് നിങ്ങളാരെയും എന്നെ തെറ്റിദ്ധരിക്കരുത്. കാര്യം എന്നറിയാം, ന്യായം ഉള്ളിടത്ത് ഞാൻ നിൽക്കുന്ന വ്യക്തിയാണ്. ഞാൻ ന്യായത്തിലൂടെ നിൽക്കും. നമ്മുടെ ഒരു സ്ഥലമുണ്ട്, പറയും വിള എന്ന് പറയും. അവിടെ ഞാനൊരു ചെറിയൊരു തട്ടുകട തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു തട്ടുകട, ചായയും വടയും മാത്രമൊക്കെ പോണ ഒരു തട്ടുകട. അപ്പം അപ്പുറത്തെ പോസ്റ്റിലും എല്ലാം ലൈറ്റുണ്ട്. അവിടെ നാടേഴ്സും ബാക്കിയുള്ള ആൾക്കാർ താമസിക്കുന്ന അവിടെ എല്ലാം ലൈറ്റുണ്ട്. ഇത്ര മഴ വന്നിട്ട് ലൈറ്റുണ്ട്. ഇവിടെ ലൈറ്റുണ്ട്, ഞാൻ ഇപ്പം കാണിച്ചതല്ലോ. മറിച്ച് ഇങ്ങോട്ടും ലൈറ്റുണ്ട്. പക്ഷേ എൻ്റെ കടയിരിക്കുന്ന ആ ഭാഗത്ത് മാത്രം ലൈറ്റില്ല. അത് ഞാൻ അവിടെ വന്നിട്ട് ഞാൻ വീഡിയോ തീർച്ചയായിട്ടും ഞാൻ ഇട്ടിരിക്കും. അപ്പം ഞാൻ ചെയ്യുന്ന ഒരൊറ്റ കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, എനിക്കും എൻ്റെ കുടുംബത്തിനും ജീവിക്കണം, നിങ്ങൾക്ക് നിങ്ങളെ കുടുംബത്തിന് ജീവിക്കണം. അപ്പം എന്നറിയാം, നമുക്ക് കറണ്ട് അത്യാവശ്യമാണ്. എല്ലായിടത്തും അത്യാവശ്യമാണ് കറണ്ട്, വെള്ളം, പിന്നെ വായു ദൈവമായിട്ട് തരണമുണ്ട്, അത് കിട്ടുന്നുണ്ട്. മറ്റേത് കറണ്ടും വെള്ളമൊക്കെ മന്ത്രിമാരും മറ്റേ ഊമ്പിയ മക്കളും ഉണ്ടാക്കണവന്മാരാണ്. മനസ്സിലായോ? അവന്മാർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവന്മാർ കൊടുക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ 3 ദിവസം 4 ദിവസം 10 ദിവസം നമ്മളെ പറ്റിക്കുന്ന വ്യക്തിയാണ് ഞാൻ. കരയണല്ല, അത് എൻ്റെ വിഷമം കൊണ്ട് പറയാനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം എൻ്റെ പേരിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം. പക്ഷെ ഞാൻ യാതായാലും പെട്രോൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഈ പെട്രോളിന് ട്രാൻസ്ഫോമറിൽ ഒഴിക്കും. ഞാൻ എന്നിട്ട് ട്രാൻസ്ഫോമറിന് കത്തിക്കും. പിന്നെ അങ്ങോട്ടുള്ളവർക്ക് ആർക്കും എൻ്റെ കട അടക്കം ആർക്കും ഇനി കറണ്ട് വേണ്ട. ഇനി ആമാർ വന്ന് കഷ്ടപ്പെട്ടിട്ട് ആമാർ മൊത്തത്തിൽ അവൻ്റെ കുടുംബത്തിനടക്കം കൊടുത്താൽ മതി. കേട്ടല്ല, അതിനു വേണ്ടി. കാരണം ഞാൻ ലൈറ്റ് കാണിച്ചു തരും. ലൈവ് തന്നെ ഞാൻ ഞാൻ പെട്രോൾ എറിഞ്ഞിരിക്കും. ട്രാൻസ്ഫോമറിൽ എറിഞ്ഞിരിക്കാൻ ഞാൻ കത്തിക്കുകയും ചെയ്യും. അവിടുത്തെ ട്രാൻസ്ഫോമറിന് ഞാൻ കത്തിക്കും. എൻ്റെ പേര് വിജിൽ എന്നാണ്. എല്ലാവരും ടാസ് എന്ന് വിളിക്കും. അത് ഞാൻ ലൈവാണ് പറയണത്.